ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ് സൂപ്പർ ബ്യൂട്ടി ചലഞ്ചിൽ ഇന്ന് 9ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ മുഖത്തൊക്കെ പിമ്പിൾ വന്നിട്ടുള്ള ഓപ്പൺ പോസ് പോകാനായിട്ട് അതുപോലെ തന്നെ കളർ കൂടാനായിട്ടുള്ള ഒരു ഫേഷ്യലാണ് പറയുന്നത്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കോഫി പൗഡർ ആണ്. അപ്പോൾ കോഫി പൗഡർ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഫേസിലുള്ള ഓപ്പൺ പോസ് കളയുക, അതുപോലെ തന്നെ ഫേസിന് കളർ കൂടുക എന്നുള്ളത് നോക്കാം. ഇത് ഓപ്പൺ പോസ് ഉള്ളവരാണ്, അതല്ലെങ്കിൽ കളർ കൂടാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് 1 വീക്ക് നിങ്ങൾ ചെയ്യണം. 1 വീക്കിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഓപ്പൺ പോസ് പോകും, നല്ല ഫേസിനൊക്കെ നല്ല കളർ കിട്ടും. ഇത് ഈ ഫേസ് പാക്കിന് പറയുന്നത് ശരിക്കും ബ്രൈഡൽ ഫേസ് പാക്ക് എന്നും കൂടിയാണ് പറയുന്നത്. കാരണം ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫേസിനൊക്കെ നല്ല ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ട് പെട്ടെന്ന് തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഫേസ് പാക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മുടെ ഇന്നത്തെ ഫേഷ്യലിനായിട്ട് നമുക്ക് 4 സ്റ്റെപ്പാണുള്ളത്. ആദ്യം തന്നെ നമുക്ക് ക്ലെൻസിങ് ആണ് ചെയ്യേണ്ടത്. ക്ലെൻസിങ്ങിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, 2 ടേബിൾ സ്പൂൺ മിൽക്കാണ്. ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഒരു കോട്ടണിൽ മുക്കി നമ്മുടെ ഫേസിലും നെക്കിലും നന്നായി അപ്ലൈ ചെയ്യുക. മിൽക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മിൽക്ക് നിങ്ങൾ സാധാരണ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കുറച്ച് മിൽക്ക് എടുത്തിട്ട് ഫേസിൽ ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിന് 1 വീക്ക് കൊണ്ട് തന്നെ നല്ല കളർ ചേഞ്ച് നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെയാണ് കോഫി പൗഡറും. നമ്മുടെ ഫേസിലുള്ള സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫേസിലൊക്കെ എന്തെങ്കിലും ചുളിവുകളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് റിമൂവ് ചെയ്ത് ഫേസിലെ സ്കിന്നെല്ലാം നല്ല ടൈറ്റ് ആകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കോഫി പൗഡർ. അപ്പോൾ ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ഒരു കോട്ടൺ വെച്ചിട്ട് എല്ലാവിടെയും ആക്കി കൊടുക്കുക. ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്, ക്ലെൻസിങ്. നമ്മൾ ഏത് ഫേഷ്യൽ ചെയ്യുമ്പോഴും നമ്മുടെ ഫേസ് ഒക്കെ നന്നായി ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്ക്രബിങ്. ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ക്രബ് ചെയ്യുമ്പോൾ നിങ്ങൾ പതുക്കേനെ സ്ക്രബ് ചെയ്യണം. അതുപോലെ തന്നെ ഡെയിലി ഒന്നും സ്ക്രബ് ചെയ്യരുതെന്ന്. കാരണം ഞാൻ മുൻപത്തെ ഫേഷ്യൽ 1 വീക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടായിരുന്നു, അപ്പോൾ ഡെയിലി സ്ക്രബ് ചെയ്യണമെന്നുള്ളത്. വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡെയിലി സ്ക്രബ് ചെയ്യാനായിട്ട് പൊടിച്ച പഞ്ചസാര വെച്ചിട്ട് വേണം ഡെയിലി സ്ക്രബ് ചെയ്യാനായിട്ട്. പൊടിക്കാത്ത പഞ്ചസാരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം മാത്രമേ ഫേഷ്യലിന് സ്ക്രബിങ് വേണ്ടൂ. ഇനി നിങ്ങൾ 1 വീക്ക് കണ്ടിന്യൂസ് ഒക്കെ ഈ ഫേഷ്യൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി സ്ക്രബ് ചെയ്യണമെന്നില്ല കേട്ടോ. സ്ക്രബിംഗ് ഒക്കെ ആഴ്ചയിൽ 1 ദിവസം മതി. അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് കളയാനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സൂപ്പർ ബ്യൂട്ടി ചലഞ്ച് ചെയ്യുന്നവർ ആഴ്ചയിൽ 1 വട്ടമെങ്കിലും ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് സ്ക്രബിംഗ് ആണ്. സ്ക്രബിങ്ങിനായിട്ട് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഷുഗർ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ലെമൺ വേണം. ലെമണും നമ്മുടെ ഫേസിൽ ക്ലിയർ ആകാനായിട്ട്, അതുപോലെ തന്നെ ഫേസിൽ എന്തെങ്കിലും എന്താ പറയുക ഡസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മിൽക്കാണ് വേണ്ടത്, പിന്നെ കോഫി പൗഡർ. ഇത് 4ഉം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂണോളം കോഫി പൗഡർ, 1 ടീസ്പൂണോളം മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട്, അതായത് 1 ടീസ്പൂണോളം ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലെമൺ എടുത്തിട്ട് ഈ മിക്സ് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ലെമൺ മുക്കിയിട്ട് നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യാം. ഇതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. സ്ക്രബ് ചെയ്യുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരമാവധി സ്ലോവിൽ വേണം സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതും സർക്കുലർ മോഷനിൽ വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾ കൂടുതലും സ്ക്രബ് ചെയ്യേണ്ടത് മൂക്കിന്റെ സൈഡിലൊക്കെയാണ് സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലെ എന്താ പറയുക ഇപ്പൊ ഓരോ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലൊക്കെയുള്ള ഡസ്റ്റ് ഒന്നും പോകില്ല. അപ്പൊ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന നമുക്ക് കാണാൻ പറ്റാത്ത കുറച്ച് ഡസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുന്നത്. അത് പക്ഷെ ആഴ്ചയിൽ 1 ദിവസം മാത്രമേ സ്ക്രബിങ് പാടുള്ളൂ. പിന്നെ നമ്മൾ ഫേഷ്യലൊക്കെ ഡെയിലി ചെയ്യുന്ന ഫേഷ്യലിന്റെ കൂടെ സ്ക്രബിങ്ങിന് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഹാർഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും വെച്ചിട്ട് സ്ക്രബ് ചെയ്യേണ്ടെന്നുള്ളൂ. ഇങ്ങനെ സർക്കുലർ മോഷനിൽ വേണം നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട്.
ഈ കോഫി ഫേഷ്യൽ നിങ്ങൾ ഒരു 1 വീക്ക് കണ്ടിന്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയുന്നത് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 വീക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു മിറാക്കിൾ എന്നൊക്കെ പറയാം, അതുപോലത്തെ ചേഞ്ച് നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ സൂപ്പർ ബ്യൂട്ടി ചലഞ്ചിലുള്ളവരാണെന്നുണ്ടെങ്കിലും അതല്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും മറക്കാതെ ഈ വീഡിയോ ചെയ്യണം. എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ പോസ് കളയാനായിട്ടുള്ള ഒരു പാക്കാണ്. ഇതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് മുൾട്ടാനി മീറ്റിയാണ്. ഇപ്പൊ ഞാൻ എനിക്കിവിടെ സ്റ്റോൺ പോലത്തെയാണ് മുൾട്ടാനി മീറ്റി കിട്ടിയിരുന്നത്. അപ്പൊ അതൊരു 5 മിനിറ്റ് ഒരു 2-3 ടീസ്പൂൺ വെള്ളത്തിലേക്ക് നേരത്തെ കാണിച്ചിരിക്കുന്ന പോലെ ഒരു മീഡിയം സൈസ് മുൾട്ടാനി മീറ്റി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്പൺ പോർസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഓപ്പൺ പോർസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മുൾട്ടാനി മീറ്റി ഫേസ് പാക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മുൾട്ടാനി മീറ്റി നമ്മുടെ മുഖത്തുള്ള കുരുക്കൾ വന്നിട്ടുള്ള ഓപ്പൺ പോർസ് ഒക്കെ പെട്ടെന്ന് തന്നെ അടഞ്ഞു പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ പോർസ് ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇത് ചെയ്യാം. കാരണം നമ്മുടെ ഫേസിലെ സ്കിന്നിന്റെ കളർ കൂട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മുൾട്ടാനി മീറ്റി. അത് മുൾട്ടാനി മീറ്റിയോളം അത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന വേറെ ഒന്ന് ഇല്ല എന്ന് തന്നെ പറയാം. മുൾട്ടാനി മീറ്റി പിന്നെ യാതൊരു വക സൈഡ് എഫക്റ്റും ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ്. കാരണം മുൾട്ടാനി മീറ്റി എന്ന് പറയുന്നത് ഒരു തരം മണ്ണാണ്. അത് പലർക്കും അറിയില്ല എന്നുള്ളത് എനിക്ക് കഴിഞ്ഞ വീഡിയോയിലാണ് മനസ്സിലായത്. കാരണം പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് ചേച്ചി മുൾട്ടാനി മീറ്റി, ഇത് എവിടെ നിന്നാ കിട്ടുക എന്നുള്ളതൊക്കെ. ഇത് നമുക്ക് സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും, അതേപോലെ ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടും മുൾട്ടാനി മീറ്റി. ഞങ്ങള് ഇവിടെ കിട്ടില്ല എന്നാണ് വിചാരിച്ചത്. അപ്പൊ ഞാൻ നാട്ടിൽ പോയിട്ട് ഈ വക ഫേഷ്യലും ഹെയർ പാക്കൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഇവിടെ ഒരു എക്സിബിഷന് മുൾട്ടാനി മീറ്റി കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 4th സ്റ്റെപ്പാണ്. അത് നമുക്ക് ഫേസ് പാക്ക് ആണ്. അതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കടലമാവ് വേണം, കോഫി പൗഡർ വേണം, മിൽക്ക് വേണം, ലെമൺ വേണം, ഹണി വേണം. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഈ 5 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഫേസ് പാക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂണോളം കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂണോളം മിൽക്ക് ചേർത്തിട്ടുണ്ട്. നന്നായി പേസ്റ്റ് ആക്കിയതിന് ശേഷമാണ് ഞാൻ ഹണി ഒഴിച്ചു കൊടുക്കുന്നത്. ഹണി ഞാൻ ഇവിടെ അധികം ചേർത്തിട്ടില്ല, കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഹണി നല്ലതാണ് കേട്ടോ. വളരെ കുറച്ച് ഹണി ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിലും നെക്കിലും ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഫേസിൽ എന്ത് ചെയ്യുമ്പോഴും നെക്കിലും ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ വക ഫേഷ്യലൊക്കെ ആകുമ്പോൾ, ഫേസ് പാക്ക് ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കളർ വെക്കുന്നതാണ്. ഒരു 1 വീക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ എല്ലാതും നെക്കിലും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇടാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്രഷ് ആണെങ്കിലും കൈ ആണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഐബ്രോസിന്റെ അവിടെയൊക്കെ ഇടുമ്പോൾ അത് തുടച്ച് കളയാനായിട്ട് നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഐബ്രോസിന്റെ കളർ മങ്ങിപ്പോകും. അതുപോലെ കുറെ ആളുകൾ ഏത് ഫേസ് പാക്ക് ഇടുമ്പോഴും ഞാൻ ചിലപ്പോൾ ടൈം പറയാൻ മറന്നു പോയി കഴിഞ്ഞിട്ടുണ്ട്. കുറെ പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എത്ര മിനിറ്റ് ഈ ഫേസ് പാക്ക് വെക്കണം എന്നുള്ളത്. അപ്പോൾ ഏത് ഫേസ് പാക്ക് ആണെന്നുണ്ടെങ്കിലും സമയം എങ്ങനെയാ എടുക്കാന്നുണ്ടെങ്കിൽ 30 മിനിറ്റ്സ്. അതായത് നമ്മുടെ ഫേസ് പാക്ക് കുറച്ച് ഡ്രൈ ആകുമ്പോഴാണ് നമ്മളിത് വാഷ് ചെയ്യേണ്ടത്. അതാണ് അതിന്റെ സമയം എന്ന് പറയുന്നത്. ഒരുപാട് ഡ്രൈ ആകാൻ പാടില്ല. അപ്പൊ നമ്മുടെ സ്കിന്നിലൊക്കെ കുഞ്ഞു കുഞ്ഞു ചുളിവുകളൊക്കെ വരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സംസാരിക്കാൻ പാടില്ല ഫേസ് പാക്ക് ഇട്ടിട്ട്. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് തന്നെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഒരു 5 മിനിറ്റ് സ്ലോവിൽ ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം ക്ലെൻസ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് 5 മിനിറ്റ് എടുക്കാം. സ്ക്രബിങ് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ വാഷ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മുൾട്ടാനി മിറ്റിയുടെ ഫേസ് പാക്ക് ഒരു 5 മിനിറ്റ് ഫേസിൽ ഇട്ടതിന് ശേഷം 5 മിനിറ്റ്, അതായത് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം വെക്കുക. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാം. ഈ ഫേസ് പാക്ക്, അതായത് ലാസ്റ്റത്തെ 4th സ്റ്റെപ്പ് ഫേസ് പാക്ക് മാത്രം ഒരു 30 മിനിറ്റ്സ്, എനിക്ക് 30 മിനിറ്റ്സ് എടുത്തു ഡ്രൈ ആകാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ഡ്രൈ ആകാനായിട്ട് സമയം എടുക്കുന്നത് അത്രയും നേരം വെച്ചിരുന്നാൽ മതി.
ഓക്കെ, അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ ഈ ഫേസ് പാക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് റിസൾട്ട് ഉള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ വേറൊരു ഇതിലും നല്ലൊരു ടിപ്പായിട്ട് കാണാം. ഓക്കെ, ബൈ. ഇറ്റ്സ് മി ഗീതു.